we can continue the lesson. Have you seen or heard of plants that can eat animals? Animalsനെ തിന്നുന്ന പ്ലാന്റ്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? There are a few plants which can trap insects and digest them. What is the color of such plants? Such plants may be green or some other color. For example, pitcher plant. What are the characteristic features of this plant? In pitcher plant, the pitcher-like structure is the modified part of the leaf. Leaf in the modified part ആണ് pitcher-like structure. In the apex of the leaf forms a lid which can open and close the mouth of the pitcher. Pitcher-like structure-ന്റെ ടോപ്പിൽ ഒരടപ്പുണ്ട്. അത് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാം. Inside the pitcher, there are hair which are directed downwards. പിക്ചറിൻ്റെ ഇൻസൈഡിലുള്ള ഹെയേഴ്സിൻ്റെ ഡിറക്ഷൻ താഴോട്ടാണ്. When an insect lands in the pitcher, the lid closes and the trapped insects gets entangled into the hair. ഒരു ഇൻസെക്റ്റ് പിക്ചർ പ്ലാന്റിൽ വന്നിരുന്നാൽ ആ അടപ്പ് താനെ അടഞ്ഞ് ഇൻസെക്റ്റ് അതിനകത്തുള്ള ഹെയേഴ്സിൽ കുടുങ്ങുന്നു. The insect is digested by the digestive juices secreted in the pitcher. ഇങ്ങനെ കുടുങ്ങുന്ന ഇൻസെക്റ്റ് ആ പ്ലാന്റ് സെക്രീറ്റ് ചെയ്യുന്ന ഡൈജസ്റ്റീവ് ജ്യൂസസിൻ്റെ ഫലമായി ഡൈജസ്റ്റഡ് ആകുന്നു. ഇങ്ങനെ ഇൻസെക്റ്റിനെ തിന്നുന്ന പ്ലാന്റ്സിന് പറയുന്ന പേരാണ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്. സച്ച് ഇൻസെക്ട് ഈറ്റിംഗ് പ്ലാന്റ്സ് ആർ കോൾഡ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്. വാട്ട് ആർ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്? ഇൻസെക്ട് ഈറ്റിംഗ് പ്ലാന്റ്സ് ആർ കോൾഡ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്. ഇൻസെക്റ്റിനെ തിന്നുന്ന പ്ലാന്റ്സിന് പറയുന്ന പേരാണ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്. അതിന് ഏതാണ് എക്സാമ്പിൾ? പിക്ചർ പ്ലാന്റ്. പിക്ചർ പ്ലാന്റ് പടം നിങ്ങൾ കണ്ടില്ലേ? ഇനി if the pitcher plant is green and carries out photosynthesis, then why does it feed on insects? പിക്ചർ പ്ലാന്റിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്. അതായത് അവർക്ക് ഗ്രീൻ കളർ ഉണ്ട്, അതുകൊണ്ട് അവർക്ക് ഫുഡ് മേക്കിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് അവർ ഇൻസെക്റ്റിനെ തിന്നുന്നതെന്ന് നമുക്ക് നോക്കാം. പിക്ചർ പ്ലാന്റ് കണ്ടെയ്ൻസ് ക്ലോറോഫിൽ, ഹെൻസ് ഇറ്റ് ക്യാൻ ഡു ഫോട്ടോസിന്തസിസ് ആൻഡ് പ്രിപ്പയർ ഇറ്റ്സ് ഓൺ ഫുഡ്. Pitcher plant grows in swamp where the soil is deficient in nitrogen mineral. So it traps the insect and utilize their proteins due to nitrogen deficiency. Therefore, it is an insectivorous plant. Pitcher plantil chlorophyll ഉള്ളതുകൊണ്ട് ഫുഡ് മേക്കിംഗ് പ്രോസസ്, അതായത് ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്. പിക്ചർ പ്ലാന്റ് വളരുന്നത് ചതുപ്പ് നിലങ്ങളിലായതുകൊണ്ട് ആ മണ്ണിൽ നൈട്രജൻ മിനറൽ വളരെ കുറവാണ്. അതുകൊണ്ട് അവർ ഇൻസെക്റ്റിനെ ഈറ്റ് ചെയ്ത് നൈട്രജൻ റിക്വയർമെൻറ്റ് ഫുൾഫില്ല് ചെയ്യുന്നു. ഈസ് ഇറ്റ് പോസിബിൾ ദാറ്റ് സച്ച് പ്ലാന്റ്സ് ഡു നോട്ട് ഗെറ്റ് all the required nutrients from the soil in which they grow? The insectivorous plants grow in soil which do not contain sufficient nitrogen mineral. These plants are green and carry out photosynthesis to obtain a part of the food required by them, but they do not get the nitrogen from the soil in which they grow. അവർ ഒരു ഭാഗം ഫുഡ് ഫോട്ടോസിന്തസിസിലൂടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, പക്ഷേ നൈട്രജൻ റിക്വയർമെൻറ്റ് ഫുൾഫിൽ ആകുന്നില്ല. അതുകൊണ്ട് അവർ ഇൻസെക്റ്റിനെ തിന്നുന്നു. നെക്സ്റ്റ് ടോപ്പിക്, സാപ്രോട്രോപ്സ്. നിങ്ങൾ കണ്ടിട്ടില്ലേ കടകളിൽ കൂണുകൾ വിൽക്കാനിരിക്കുന്നത്? മഴക്കാലത്ത് നമ്മുടെ പറമ്പുകളിൽ
കൂണുകൾ ഉണ്ടായി വരുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ലെറ്റ് us ഫൈൻഡ് ഔട്ട് വാട്ട് ടൈപ്പ് ഓഫ് ന്യൂട്രിയൻസ് they need to survive and from where they get them. ഏത് തരത്തിലുള്ള ന്യൂട്രിയൻസ് ആണ് അവർക്ക് സർവൈവ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടത്, അത് അവർക്ക് എവിടെ നിന്ന് ലഭിക്കുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. They do not have mouth like animals do. They are not like green plants as they lack chlorophyll and cannot make food by photosynthesis. Let us do an activity. Take a piece of bread and moisten it with water. Leave it in a moist, warm place for 2-3 days or until fluffy patches appear on them shown in figure. These patches may be white, green, brown or of any other color. Observe the patches under a microscope or a magnifying glass. We can see that cotton-like threads spread on the pieces of bread. These organisms are called fungi. Do you know which type of nutrition they have? They have a different mode of nutrition, that is saprotropic nutrition. What do? They secrete digestive juices on the dead and decaying matter and convert it into a solution. Then they absorb the nutrients from it. This is saprotropic nutrition. ചില ഓർഗാനിസംസ് ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററിലോട്ട് ഡൈജസ്റ്റീവ് ജ്യൂസസ് സെക്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് സൊല്യൂഷൻ ഫോമിലാകും. ആ സൊല്യൂഷൻ ഫോമിൽ നിന്ന് ആ ഓർഗാനിസംസ് ന്യൂട്രിയൻസ് വലിച്ചെടുക്കുന്നു. ഇതിന് പറയുന്ന പേരാണ് സാപ്രോട്രോപിക് ന്യൂട്രീഷൻ. What is saprotropic nutrition? The mode of nutrition in which organisms take in nutrients in solution form from dead and decaying matter is called saprotropic nutrition. Saprotropic nutrition എന്ന് പറയുന്നത് ഓർഗാനിസംസ് സൊല്യൂഷൻ ഫോമിൽ ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററിൽ നിന്ന് ന്യൂട്രിയൻസ് എടുക്കുന്ന മെത്തേഡാണ്. അതിന് പറയുന്ന പേരാണ് saprotropic nutrition. What is saprotropic nutrition? The mode of nutrition in which organisms take in nutrients in solution form from dead and decaying matter is called saprotropic nutrition. ഇങ്ങനെ സാപ്രോട്രോപിക് ന്യൂട്രീഷൻ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഉപയോഗിക്കുന്ന പ്ലാന്റ്സിന് പറയുന്ന പേരാണ് സാപ്രോട്രോപ്പ്. പ്ലാന്റ്സ് വിച്ച് യൂസ് saprotropic mode of nutrition are called saprotrope. We have also seen fungi grow on pickles, leather cloth and other articles that are left in hot and humid weather for long time. During rainy season, they spoil many things. Some fungi are useful and some are harmful. For example, many fungi like yeast and mushrooms are useful, but some fungi cause diseases in plants, animals and humans. Some fungi are also used in medicines. Fungal spores are generally present in the air. ഈ ഫംഗൽ സ്പോർസ് എയറിൽ പ്രസൻ്റ് ആണ്. വെൻ ദേ ലാൻഡ് ഓൺ വെറ്റ് ആൻഡ് വാം തിങ്സ് ദേ ജെർമിനേറ്റ് ആൻഡ് ഗ്രോ. ഈ ഫംഗൽ സ്പോർസ് വെറ്റ് ആൻഡ് വാം തിങ്സിൽ ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ അവർ അവിടെ കിടന്ന് ജെർമിനേറ്റ് ആൻഡ് ഗ്രോ ചെയ്യും. നെക്സ്റ്റ്, സിംബയോട്ടിക് റിലേഷൻഷിപ്പ്. വാട്ട് ഈസ് സിംബയോട്ടിക് റിലേഷൻഷിപ്പ്? ചില ജീവികൾ ഷെൽട്ടറും ന്യൂട്രിയൻസും ഷെയർ ചെയ്ത് ജീവിക്കുന്നു. അതിന് പറയുന്ന പേരാണ് സിംബയോട്ടിക് റിലേഷൻഷിപ്പ്. സം ഓർഗാനിസംസ് live together and
share shelter and nutrients. This is called symbiotic relationship. For example, certain fungi live in the roots of trees. The tree provides nutrients to the fungus and in return receives help from it to take up water and nutrients from the soil. This association is very important for the tree. The organisms called lichens, a chlorophyll containing partner, which is an algae, and a fungus live together. The fungus provides shelter, water and minerals to the alga, and in return the alga provides food which it prepares by photosynthesis. ലൈക്കൻസിൽ ആൽഗ ആൻഡ് എ ഫംഗസ് തമ്മിൽ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നു, അതായത് സിംബയോട്ടിക് റിലേഷൻഷിപ്പിൽ ജീവിക്കുന്നു. സിംബയോട്ടിക് റിലേഷൻഷിപ്പിന് എക്സാമ്പിൾ എന്താണ്? ലൈക്കൻസ്. ലൈക്കൻസിൽ എന്ത് സംഭവിക്കുന്നു? ലൈക്കൻസിൽ ആൽഗെ ആൻഡ് എ ഫംഗസ് തമ്മിൽ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നു. നെക്സ്റ്റ്, ഹൗ ന്യൂട്രിയൻസ് ആർ റീപ്ലനിഷ്ഡ് ഇൻ ദ സോയിൽ. Have you seen farmers spreading manure or fertilizers in the field, or gardeners using them in lawns or in pot? Why they are added to the soil? എന്തിനാണ് കൃഷിക്കാർ മാന്യുവർ അല്ലെങ്കിൽ ഫെർട്ടിലൈസർ മണ്ണിലോട്ട് ആഡ് ചെയ്യുന്നത്? We learned that plants absorb mineral nutrients from the soil. നമ്മൾ പഠിച്ചു മിനറൽ ന്യൂട്രിയൻസ് പ്ലാന്റ്സ് മണ്ണിൽ നിന്നാണ് അബ്സോർബ് ചെയ്യുന്നത്. സോ ദെയർ എമൗണ്ട്സ് ഇൻ ദ സോയിൽ കീപ് ഓൺ ഡിക്ലൈനിങ്. അതുകൊണ്ട് ആ മിനറൽ ന്യൂട്രിയൻറ്റിൻ്റെ അളവ് മണ്ണിൽ കുറയുന്നു. ഫെർട്ടിലൈസേഴ്സ് ആൻഡ് മാനുവേഴ്സ് കണ്ടെയ്ൻ പ്ലാന്റ് ന്യൂട്രിയൻസ് സച്ച് ആസ് നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ് എക്സെട്ര. ഈ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് മാനുവേഴ്സിൽ പ്ലാന്റ് ന്യൂട്രിയൻസ് ഉണ്ട്. പ്ലാന്റ് ന്യൂട്രിയൻസ് ആയ നൈട്രജനും പൊട്ടാസ്യവും ഫോസ്ഫറസും ഉണ്ട്. ദീസ് ന്യൂട്രിയൻസ് നീഡ് ടു ബി ആഡഡ് ഫ്രം ടൈം ടു ടൈം ടു എൻറിച്ച് ദ സോയിൽ. ഈ സമയാസമയങ്ങളിൽ ഈ ന്യൂട്രിയൻസ് ആഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. വി ക്യാൻ ഗ്രോ പ്ലാന്റ്സ് ആൻഡ് കീപ് ദം ഹെൽത്തി ഇഫ് വി ക്യാൻ ഫുൾഫിൽ ദ ന്യൂട്രിയൻറ്റ് റിക്വയർമെൻറ്റ് ഓഫ് പ്ലാന്റ്സ്. പ്ലാന്റ്സിൻ്റെ ന്യൂട്രിയൻറ്റ് റിക്വയർമെൻറ്റ് ഫുൾഫിൽ ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ഹെൽത്തി പ്ലാന്റ് ആയിട്ട് അതിനെ വളർത്തിയെടുക്കാൻ സാധിക്കും. യൂഷ്വലി ക്രോപ്സ് റിക്വയർ എ ലോട്ട് ഓഫ് നൈട്രജൻ ടു മേക്ക് പ്രോട്ടീൻസ്. ആഫ്റ്റർ ദ ഹാർവസ്റ്റ് ദ സോയിൽ ബിക്കം ഡെഫിഷ്യൻറ്റ് ഇൻ നൈട്രജൻ. വിളവെടുപ്പ് കഴിയുമ്പോൾ മണ്ണിൽ നൈട്രജൻ്റെ അളവ് കുറയുന്നു. നൈട്രജൻ ഗ്യാസ് ഈസ് അവൈലബിൾ ഇൻ പ്ലെൻറ്റി ഇൻ ദ എയർ. നമുക്കറിയാം എയറിൽ ധാരാളം നൈട്രജൻ ഗ്യാസ് ഉണ്ട്. പക്ഷേ പ്ലാന്റ്സിന് അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ഗേഷ്യസ് ഫോമിലാണ്. അതുകൊണ്ട് എന്നാ ചെയ്യുന്നത്? ചില ബാക്ടീരിയ അതിനെ കൺവേർട്ട് ചെയ്ത് യൂസ്ഫുൾ ഫോം ആക്കിയിട്ട് മണ്ണിലോട്ട് റിലീസ് ചെയ്യും. അങ്ങനെ നൈട്രജനെ, ഗേഷ്യസ് നൈട്രജനെ യൂസ്ഫുൾ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ബാക്ടീരിയയ്ക്ക് പറയുന്ന പേരാണ് റൈസോബിയം ബാക്ടീരിയ. Nitrogen gas is available in plenty in the air. Plants cannot use it in the manner they can use carbon dioxide. They need nitrogen in a soluble form. The bacterium called Rhizobium can take atmospheric nitrogen and convert it into a soluble form. Rhizobium bacteria തന്നെ അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കത്തില്ല. അതുകൊണ്ട് അവരെന്നെ ചെയ്യുന്നത് ഈ ലെഗൂമിയസ് പ്ലാന്റ്സിലാണ് ജീവിക്കുന്നത്. ബട്ട് റൈസോബിയം ബാക്ടീരിയ cannot make its own food. So it lives in the roots of gram, peas, moong, beans and other leguminous and provide them with nitrogen. Most of the pulses are obtained from leguminous plants. In return, the plants provide food and shelter to the bacteria.
റൈസോബിയം ബാക്ടീരിയ അതിൻ്റെ ഫുഡ് ഉണ്ടാക്കുന്നില്ല. അവർ ലെഗ്യൂമേസ് പ്ലാന്റ്സിൻ്റെ റൂട്ടിലാണ് ജീവിക്കുന്നത്. അപ്പം അവർ ആ ലെഗ്യൂമേസ് പ്ലാന്റ്സിന് നൈട്രജൻ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ പ്ലാന്റ്സ് തിരിച്ച് ഫുഡ് ആൻഡ് ഷെൽട്ടർ ബാക്ടീരിയയ്ക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. Thus they have a symbiotic relationship. This association is of great significance for the farmers. ഇങ്ങനെ തമ്മിലുള്ള പരസ്പരം ആശ്രയിച്ച് ജീവിക്കുന്നതിന് പറയുന്ന പേരാണ് സിംബയോട്ടിക് റിലേഷൻഷിപ്പ്. Farmers do not need to add nitrogen fertilizer to the soil in which leguminous plants are grown. Leguminous plants വളരുന്നിടത്ത് നൈട്രജൻ ഫെർട്ടിലൈസേഴ്സ് മണ്ണിലോട്ട് ഫാർമേഴ്സിന് ആഡ് ചെയ്തേണ്ടി വരുന്നില്ല. In this chapter, we learned that most of the plants are autotrophs. Only a few plants adopt other modes of nutrition like parasitic and saprotrophic. They derive nutrition from other organisms. All animals are categorized as heterotrophs since they depend on plants and other animals for food. Can we say that in the insectivorous plants are partial heterotrophs? We can say insectivorous plants are partial heterotrophs because they can't make their own food and hence gain their nutrition from consuming insect. Okay students, this brings me to the end of this chapter. I hope you understand all the concept. We will soon meet again with next chapter. Till then, bye.